കിളിമാനൂർ അപകടത്തിൽ ബാക്കിയാകുന്നത് കണ്ണീരും പോലീസ് അനാസ്ഥയും. തിരുവനന്തപുരം കിളിമാനൂർ വാപ്പാലയിൽ നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി അംബികയ്ക്ക് പിന്നാലെ ഭർത്താവ് രഞ്ജിത്തും മരണത്തിന് കീഴടങ്ങി. വണ്ടി അപ്പോൾ നിർത്തിയിരുന്നെങ്കിൽ ഭാര്യ മരണപ്പെടില്ലായിരുന്നു. വണ്ടി ഇടിച്ചിട്ടിട്ട് ആ വണ്ടി തിരിച്ച് റിവേഴ്സ് കയറ്റിയാണ് കൊല്ലുന്നത്. സ്വന്തം ഭാര്യ നടുറോട്ടിൽ തൻ്റെ മുമ്പിൽ ചതഞ്ഞരയുന്നത് കണ്ട ഒരു ഭർത്താവിൻ്റെ അവസ്ഥ, അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ, ഇവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി ഏതറ്റവും ഞങ്ങൾ പോരാടും. വണ്ടി ബാക്കിലോട്ട് എടുത്തപ്പോഴാണ് സംഭവിച്ചത്. ഈ പറയുന്ന പ്രതികളെ നാട്ടുകാർ പിടിച്ച് കയ്യിൽ കൊടുക്കുകയാണ് ഉണ്ടായത്, പിറകെ പോയി പിടിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അടുത്ത ദിവസം തന്നെ മറ്റു കാര്യങ്ങൾ പ്രോപ്പർ അന്വേഷണം ഒന്നും നടത്താതെ അവരെ പറഞ്ഞുവിടുകയാണ് ചെയ്തത്. കിളിമാനൂർ പാലം ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുമ്മിൾ പുതുക്കോട് സ്വദേശി രഞ്ജിത്തിന്റെ വിയോഗത്തോടെ അനാഥരായത് 1.5 6 വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആ കുരുന്നുകളെ തനിച്ചാക്കിയാണ് ഈ ദമ്പതികൾ വിടവാങ്ങിയത്. അപകടവും തുടർക്കഥയായ ദുരൂഹതയും കഴിഞ്ഞ ആഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. രഞ്ജിത്തും ഭാര്യ അംബികയും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ അമിത വേഗതയിലെത്തിയ മഹീന്ദ്ര താർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും തിരിഞ്ഞു നോക്കാതെ വാഹനം നിർത്താതെ ഓടിച്ചുപോയി. ഗുരുതരമായി പരിക്കേറ്റ അംബിക കഴിഞ്ഞ ബുധനാഴ്ച മരണത്തിന് കീഴടങ്ങിയിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായ രഞ്ജിത്ത് തികഞ്ഞ പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയിരിക്കെയാണ് വിധിയുടെ ക്രൂരമായ ഈ 2ാം പ്രഹരം. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. 2 ജീവനുകൾ പൊലിഞ്ഞിട്ടും 2 കുഞ്ഞുങ്ങൾ അനാഥരായിട്ടും കിളിമാനൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതിയുക്തമായ അന്വേഷണം ഉണ്ടാകുന്നില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. അപകടമുണ്ടാക്കിയ വാഹനം നിർത്താതെ പോയതും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ടായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് വൈകുന്നതും ദുരൂഹമാണ്. വിസ്മയ ന്യൂസ്, കിളിമാനൂർ.